നാവിൽ അലിഞ്ഞിറങ്ങും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ കേസരി ഉണ്ടാക്കിയാലോ. അപ്പോൾ മാമ്പഴ സീസൺ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. നമുക്കിതേപോലെ ഒരു പാനിൽ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി വറുത്ത റവയാണെങ്കിലും ഒന്നുകൂടെ ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അത് മാറ്റുക. ആ ഒരു പാനിലേക്ക് തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 10 കാഷ്യൂനട്ടും 10 കിസ്മിസും കൂടെ ഇട്ട് വറുത്ത് മാറ്റുക. ആ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്കൊരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് ഒരു 4-5 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുക. കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ കേസർ ബദാം മിക്സ് ഒരു 3 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാമ്പഴത്തിൻ്റെ മിക്സോടെ ചേർത്ത് കൊടുക്കുക. ആ മാമ്പഴം കൂടെ ഇട്ട് കഴിയുമ്പോൾ ആഹാ എന്ത് രസമാണല്ലേ കാണാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് തുടരെ ഒരു 10-20 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കൂട്ടത്തിൽ നമുക്കതിൻ്റെ കൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് എത്ര ചേർത്താലും നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ അധികം നെയ്യ് ചേർത്തിട്ടില്ല. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശമായിട്ടുണ്ട് കണ്ടോ. ഇതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മാമ്പഴ കേസരിയാണ്. അപ്പോൾ മാമ്പഴമൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും.